പയ്യന്നൂർ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ മറുപടിയുമായി പയ്യന്നൂർ എംഎൽഎ ടി.ഐ. മധുസൂദനൻ രംഗത്ത്. ധൻരാജ് രക്തസാക്ഷി ഫണ്ടിൽ താൻ തിരിമറി നടത്തിയെന്ന മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. താൻ ഒരു നയാ പൈസ പോലും അനധികൃതമായി സമ്പാദിച്ചിട്ടില്ലെന്നും കണക്കുകളെല്ലാം പാർട്ടിയുടെ മുൻപിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വേട്ടയാടലാണിതെന്ന് അദ്ദേഹം വൈകാരികമായി കൂട്ടിച്ചേർത്തു. ഫണ്ടിലേക്ക് വന്ന പണമെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ലഭിച്ചതെന്ന് മധുസൂദനൻ വിശദീകരിച്ചു. രക്തസാക്ഷി ഫണ്ട് പൂർണ്ണമായും ആ കുടുംബത്തിനുള്ളതാണ്. ധൻരാജിന്റെ കുടുംബത്തിന് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണക്കുകളെ കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടെന്നും എംഎൽഎ പറഞ്ഞു. 46 ലക്ഷം രൂപയെ ചൊല്ലി വി കുഞ്ഞികൃഷ്ണൻ നിരന്തരം സംശയങ്ങൾ പടർത്തുകയാണ്. താൻ പൈസ തട്ടിയെങ്കിൽ പാർട്ടി അച്ചടക്ക നടപടിയുമായി കാത്തു നിൽക്കില്ലായിരുന്നുവെന്നും പാർട്ടിക്കാർ തന്നെ നോക്കിയിരിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തങ്ങൾ ഒരു തുറന്ന പുസ്തകമാണെന്നും എവിടെയും ഒളിച്ചു വെക്കാനൊന്നും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച 71 ലക്ഷം രൂപയ്ക്ക് കണക്കില്ലെന്ന ആരോപണത്തിനും എംഎൽഎ മറുപടി നൽകി. ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ മരണത്തിന് പിന്നാലെ CPM ഓഫീസ് തകർക്കപ്പെട്ട സാഹചര്യത്തിലാണ് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് ഓഫീസ് മാറ്റാൻ തീരുമാനിച്ചത്. ആ സാഹചര്യങ്ങൾ കുഞ്ഞികൃഷ്ണന് നന്നായി അറിയാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിലെ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ഓഫീസ് നിർമ്മാണ ഫണ്ട് കൈകാര്യം ചെയ്തത്. പാർട്ടി ലോക്കൽ കമ്മിറ്റികളാണ് പണം സമാഹരിച്ചത്. സമയബന്ധിതമായി ഓഡിറ്റ് നടത്താത്തതിൽ ഉണ്ടായ വീഴ്ചയുടെ പേരിലാണ് തനിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചതെന്നും എന്നാൽ അതിനെ പണം തട്ടിയെടുക്കലായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് ഫണ്ടിലെ വ്യാജ രസീത് ആരോപണങ്ങളെയും മധുസൂദനന് തള്ളി. അക്ഷരത്തെറ്റ് വന്നപ്പോൾ രസീതുകൾ മാറ്റി അയച്ചിട്ടുണ്ട്. ഇക്കാര്യം ഓഫീസ് സെക്രട്ടറി തന്നെ ശരിവെച്ചതാണ്. പണം നൽകിയപ്പോൾ രസീത് നൽകാതിരുന്നത് തന്റെ അമ്മയ്ക്ക് മാത്രമാണ്. ഇലക്ഷൻ ഫണ്ട് പൂർണ്ണമായും കൈകാര്യം ചെയ്തത് ഓഫീസ് സെക്രട്ടറിയാണെന്നും അതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും എംഎൽഎ പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ തന്റെ ചോരയ്ക്ക് വേണ്ടിയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഓഫീസ് സെക്രട്ടറി എന്തിനാണ് തന്നെ സംരക്ഷിക്കേണ്ടത്? സത്യങ്ങൾ പാർട്ടിക്കറിയാം. വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കാനാണ് കുഞ്ഞികൃഷ്ണൻ ശ്രമിക്കുന്നതെന്നും മധുസൂദനൻ കുറ്റപ്പെടുത്തി. ആരോപണങ്ങൾ തന്റെയും ധൻരാജിന്റെയും കുടുംബത്തിന് വലിയ വേദന ഉണ്ടാക്കിയെന്ന് എംഎൽഎ പറഞ്ഞു. ധൻരാജിന്റെ അമ്മയെ 4 ദിവസം മുമ്പ് കണ്ടിരുന്നു. മകന്റെ പേരിൽ നടക്കുന്ന ഈ വിവാദങ്ങൾ കാരണം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ധൻരാജിന്റെ കുടുംബത്തെ ഇനിയും സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ മകളുടെ വിവാഹാലോചന നടക്കുമ്പോഴാണ് ഇത്തരം കള്ള ആരോപണങ്ങൾ ഉയർത്തുന്നത്. ഈ വാർത്തകൾ കണ്ട ഹൃദയം പൊട്ടിയാണ് തന്റെ ഭാര്യ മാതാവ് മരിച്ചത്. കുടുംബം അനുഭവിച്ച ദുഃഖങ്ങൾ വിവരിക്കാൻ കഴിയില്ല. 1 രൂപ പോലും താൻ അവിഹിതമായി സമ്പാദിച്ചെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇത്തരമൊരു ആക്രമണം ബോധപൂർവമാണെന്ന് മധുസൂദനൻ കരുതുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രസ്ഥാനത്തെയും തന്നെയും അപകീർത്തിപ്പെടുത്താനാണ് ശ്രമം. എന്നാൽ പ്രവർത്തകരുടെ പിന്തുണയാണ് തന്റെ കരുത്തെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും പാർട്ടി പ്രവർത്തകർ നൽകിയ പണം അക്കൗണ്ടിൽ കൃത്യമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. സ്ഥാപിത താൽപര്യക്കാരാണ് ഇതിന് പിന്നിൽ. ഈ വേട്ടയാടലിൽ പതറില്ലെന്നും നീതിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും മധുസൂദനൻ വ്യക്തമാക്കി.